അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ല. നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചത് ആണ് അങ്ങനെ. അല്ലാണ്ട് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഡിവോഴ്സ്ഡ് ആയി അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു, ജനങ്ങളെ നിങ്ങളുടെ തെറ്റാണ്, നിങ്ങളാണ് തെറ്റിദ്ധരിക്കുന്നത്, ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്ന് ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി അവളുടെ യൂട്യൂബ് ചാനൽ വഴി വന്ന് നമ്മളോടൊക്കെ അങ്ങോട്ട് പറഞ്ഞു. 5 മാസങ്ങൾക്ക് ഇപ്പുറം ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഒന്ന് നോക്കിക്കേ. സോ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത്, ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ്. പിന്നെ കാരണം ചോദിക്കേണ്ട, അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് കമൻറ്റുകൾ ഈ ഒരു വീഡിയോ അടിയിൽ ഞാൻ കണ്ടു, നല്ല ഒന്നാന്തരം കമൻറ്റുകൾ. അപ്പോൾ ഈ പെൺകുട്ടി ഏതാണെന്ന് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും, കുറേ ആളുകൾക്കൊന്നും മനസ്സിലായി കാണത്തില്ല. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ചക്കപ്പഴം എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു, അതിനകത്ത് അഭിനയിച്ചിരുന്ന റാഫി എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫാണ്, എക്സ് വൈഫ് അങ്ങനെ തന്നെ പറയാം. മുമ്പത്തെ വൈഫായിരുന്നു ഈ ഒരു പെൺകുട്ടി, ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചക്കപ്പഴത്തിൽ ഈ റാഫി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് നേരത്തെ അറിയാമ വ്യക്തിയെ എന്ന് വെച്ചിട്ട് പേഴ്സണലി അറിയാമെന്നല്ല, കണിമംഗലം കോവിലകം എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി റാഫി അതിലൂടെയാണ് ഒരു കലാരംഗത്തേക്കൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് മാറുന്നത്. ഈ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു റാഫിയെ കാണുന്നത്. അതിനുശേഷം ഈ ചക്കപ്പഴം എന്ന് പറയുന്ന സീരിയലിൽ പുള്ളി അഭിനയിക്കുന്ന കാണുന്നു. എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ ചെറിയ സിനിമകളിലും ഒക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പുള്ളിയുടെ വൈഫാണ് ഈ ഇപ്പോൾ ഇരുന്ന് കഥ പറഞ്ഞത്. അപ്പോൾ ഈ ഭാര്യ, പുള്ളിയുടെ എക്സ് വൈഫായിട്ടുള്ള ഈ ഒരു പെൺകുട്ടി, പുള്ളിയുടെ എക്സ് വൈഫായിട്ടുള്ള വ്യക്തി കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഇന്നലെ അവരുടെ യൂട്യൂബിൽ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിലവർ ഡിവോഴ്സ്ഡ് ആയി, അവർ തമ്മിൽ ഇപ്പോൾ ഒന്നിച്ചല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പും ഈ ചേച്ചി ഇതേപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ തംബ്നെയിൽ ഞാനിവിടെ നിന്ന് കൊടുക്കാം. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, വി ആർ ഡിവോഴ്സ്ഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് കേട്ട് 5 മാസങ്ങൾക്ക് മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ്. അതിനുശേഷം 5 മാസങ്ങൾക്ക് ഇപ്പുറം വന്നിട്ടാണ് ഈ കുട്ടി പുതിയൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിനകത്തും കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയുണ്ട്. പിന്നെ പെൺകുട്ടി, താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോളെ ഫേമസ് ആവാൻ എന്തും ചെയ്യാം. ഞാൻ തുടക്കത്തിൽ തന്നെ അത് പറയും. നീ ഇപ്പോൾ വന്നിട്ട് പറയും ഞാൻ ഫേമസ് ആവാൻ ചെയ്തതല്ല, അങ്ങനെ ഇങ്ങനെയാണ്, എന്നോട് കുറേ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനുവേണ്ടി പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് ഇപ്പുറത്തെ നിന്ന് വേറെ കുറേ കാര്യങ്ങൾ പറയാൻ നമുക്കും അറിയാം കേട്ടോ. അതിനെ വൃത്തിക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം, ഇതൊന്ന് നോക്കിക്കോണം നിങ്ങളെ. 5 മാസങ്ങൾക്ക് മുമ്പ് വി ആർ ഡിവോഴ്സ്ഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞ വീഡിയോ 5 മാസങ്ങൾക്ക് മുമ്പ് 4 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. പിന്നെ മേപ്പോട്ട് പോട്ടെ, നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, 25,000 പേര് കണ്ടു. ബാക്കി വീഡിയോയുടെ ഒക്കെ വ്യൂസ് നിങ്ങളൊന്ന് നോക്കിക്കോണേ. ഇനി എല്ലാം അങ്ങോട്ട് പോട്ടെ. ഇനി ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ, പിരിഞ്ഞോ എന്ന ചോദ്യം കേട്ട് മടുത്തു, ഇതാണ് സത്യം. അതായത് എനിക്കിതിനകത്തുനിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതിപ്പം ഏകദേശം 56,000 പേര് കണ്ടു. ഇനിയിപ്പോൾ എന്തായാലും ആ വീഡിയോ 1-2 ലക്ഷം പേരിലേക്ക് എത്തും, അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മകളെ, നിൻ്റെ ചാനലിൽ, നിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ കുട്ടി തന്നെ ഇവളുടെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, ആൾക്കാരൊക്കെ കുറേ ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു, അതുകൊണ്ടാണ് വന്ന് ഈ മറുപടി പറയുന്നതെന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. എൻ്റെ കുട്ട, നിന്നോട് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ വീഡിയോകൾ യൂട്യൂബിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അറിയത്തില്ല നിൻ്റെ അവസ്ഥ എന്താണെന്ന്. യൂട്യൂബിൽ കുറച്ച് ആളുകളൊക്കെയാണ് കാണുന്നത്. എന്തെങ്കിലും ഇതുപോലുള്ള കോൺട്രവേഴ്സീസ് ആണെങ്കിൽ, നിങ്ങളുടെ ഡിവോഴ്സ്ഡോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാനിരിക്കുമ്പോഴാണ് പിന്നെ വ്യൂസ് നിങ്ങൾക്ക് വരുന്നത്. അതല്ലാതെ വ്യൂസ് കുറവാണ്. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ റിപ്ലൈ കൊടുക്കേണ്ട കാര്യം ഇല്ല. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ കുടുംബകാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് പോകാം. ഇത് നിങ്ങൾ തന്നെ അത് വന്ന് ജനങ്ങളോട് പറയാനിരിക്കുകയാണ്. ജനങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങൾ പൊട്ടന്മാരാക്കുന്നുണ്ട് നിങ്ങളുടെ വീഡിയോയിലൂടെ. അത് വളരെ വ്യക്തമായിട്ട് ഞാനിവിടെ കീറി മുറിച്ച് കാണിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ, പുതിയ വീഡിയോയിൽ ഇവൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാം. എന്നിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കൊക്കെ അങ്ങോട്ട് തരിക. ഇനിയും കമ്മിങ് ടു ദ കുട്ടീസ് വീഡിയോ. എനിക്ക് എൻ്റെ ലൈഫ് ഒരു ചർച്ചാ വിഷയമാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പല ആൾക്കാരുടെയും ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പലരുടെയും ലൈഫ് യൂട്യൂബിൽ അവർ ചർച്ചാ വിഷയമാക്കിയിട്ട് അതൊരു കുടുംബകാര്യം അതൊരു യൂട്യൂബിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേക്ക് മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പിന്നെ എന്തിനാണ് ഇപ്പോൾ വന്നിരുന്ന് ഈ കഥ പറയാൻ നിൽക്കുന്നത്?
സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ പുറത്തു വന്ന് പറയാൻ താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് തന്നെ ഈ കൊച്ചു വന്നിരുന്ന് പറയുന്നുണ്ട് ഈ കൊച്ചിന്റെ കുടുംബത്തിലെ കാര്യം. അതും പറയുന്നത് ജസ്റ്റ് ഡിവേഴ്സ്ഡ് ആണ്, ഞങ്ങൾ ഒന്നിച്ചല്ല എന്ന് മാത്രമേ ഈ വീഡിയോയുടെ ഉടനീളം പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് പറയുന്നില്ല. മോളെ പിന്നെ എന്തിനാണ് നീ വന്നത് ഡിവേഴ്സ്ഡ് ആണെന്ന് പറയുന്നത്? ഈ കുട്ടി തന്നെ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. വേണമെങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ മോളോടൊരു ചോദ്യമൊക്കെ ചോദിച്ചേക്കാം. മോള് പറയുന്നതൊക്കെ നാട്ടുകാർ കേൾക്കട്ടെ, അതിന് മുമ്പ് തന്നെ ഞാൻ ചോദിക്കാം. നീ ഇനിയും പറയാൻ പോകുന്ന റീസൺസ് എനിക്കറിയാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നോട് ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടാണ് നീ വന്നിരുന്ന് പറയുന്നതെന്ന് പറഞ്ഞാലും മോളെ നീ വന്നിരുന്ന് പറയുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. കൂടുതൽ ആളുകൾ നിന്റെ പ്രശ്നം കേൾക്കും, കൂടുതൽ ആളുകൾ വന്ന് കമന്റ് ഇടും, നിന്നെ തെറി പറയും അല്ലെങ്കിൽ അവനെ തെറി പറയും. എന്തിനാണ് ഈ ഒരു ചാൻസ് ഉണ്ടാക്കുന്നത്? കുറച്ചു പേരെ വന്ന് ചോദിക്കുന്നുള്ളൂ എങ്കിൽ നിന്റെ കുടുംബക്കാരോടോ നിന്റെ ഫ്രണ്ട്സിനോടോ ചോദിക്കുന്നെങ്കിൽ അവർക്ക് മറുപടി കൊടുത്തങ്ങ് വിട്ടേക്കണം, പേഴ്സണലായിട്ട് മറുപടി കൊടുത്ത് വിട്ടേക്കണം. സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ആലോചിക്കണം, എന്നെ പോലുള്ള ഒരുപാട് ആളുകൾ ഇത് വന്നിരുന്ന് സംസാരിക്കും. പിടികിട്ടിയോ? ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ, നിന്റെ കമന്റ് ബോക്സിലാണെങ്കിലും വന്ന് അവരുടെ അഭിപ്രായം പറയും. അത് ചെയ്യും, അത് ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ മനസ്സിലായില്ലേ? നീയായിട്ട് തന്നെ നിന്റെ കുടുംബത്തെ കൊണ്ടുവന്ന് ഇടുകയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിനക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ വന്നിരുന്ന് പറയുകയാണ്. ബാക്കി നിങ്ങളൊന്ന് കേട്ടെ, കോമഡിയായി കൊച്ചിന്റെ കാര്യം. കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്നോടുള്ള ചോദ്യവും എനിക്ക് വിഷമമാവോ അല്ലെങ്കിൽ പക്ഷേ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് വരുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും വേറുള്ളവർ വന്ന് ചോദിക്കുകയാണ്, നിൻ്റെ ഫ്രണ്ടല്ലേ മഹീന, സോ അവർ സെപ്പറേറ്റഡ് ആണോ അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് പോയി ചോദിക്കുന്ന സമയത്ത് അവർക്ക്, എൻ്റെ ഫ്രണ്ട്സിന് അത് അവർക്കൊരു ഇറിറ്റേഷനാണ്. പലരും എന്നോടത് പറഞ്ഞിട്ടുണ്ട്, പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറയാതെ പലരും മോളോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. കൂട്ടുകാരി, നിന്റെ സുഹൃത്തുക്കളോടോ നിന്റെ ബന്ധുക്കളോടോ ചോദിക്കുന്നവർ നിന്നെയും അല്ലെങ്കിൽ നിന്റെ സുഹൃത്തുക്കളെ അറിയാവുന്ന ആളുകളായിരിക്കത്തില്ലേ? അല്ലെങ്കിൽ റോട്ടിൽ കൂടെ പോകുന്ന ഒരാൾ, ഇപ്പം ഞാൻ നിന്റെ ഒരു സുഹൃത്തിനെ എനിക്കറിയത്തില്ല, എനിക്കതുകൊണ്ട് തന്നെ അയാളുടെ അടുക്ക പോയി ചോദിക്കാൻ പറ്റത്തില്ല. അവരെ അറിയാവുന്ന ആളുകളായിരിക്കും അവരോട് ചോദിക്കുന്നത്. അപ്പം അവർ കാര്യം അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരെ, അവിടെ തീർന്നില്ലേ? ഇത് പേഴ്സണൽ ടു പേഴ്സണലി അവിടെ തീർന്നു. നീ അതിന് പകരം നിനക്ക് പേഴ്സണലായി നിനക്ക് താല്പര്യമില്ലാന്നും പറയുന്നുണ്ട്. കുറച്ച് പേര് നിന്റെ കൂട്ടുകാരോടോ നിന്റെ ഫാമിലിയോടോ ചോദിച്ചെന്ന് പറഞ്ഞ് നീ വന്നിരുന്ന് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പറയേണ്ട കാര്യം എന്താണ്? ഇത് ചോദിക്കും ഞങ്ങള്, ഇതിനുള്ള ഉത്തരം നമുക്ക് തന്നെ അറിയാം. ഒരു ഫെയിം അത് തന്നെ പറയും മോളെ. അല്ലെങ്കിൽ എന്തിനാ പേഴ്സണലായിട്ട് നിന്റെ കൂട്ടുകാരോട് അവരോടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങ് പറഞ്ഞു തീർത്തേക്കണം. അവരെ അറിയാവുന്നവരായിരിക്കും അവരോട് ചോദിക്കുന്നത്. അവർ നിന്റെ കൂട്ടുകാരിയാണെന്ന് അറിയാവുന്നവരായിരിക്കത്തില്ലേ ചോദിക്കുന്നത്. അത് അവിടെ അങ്ങ് പേഴ്സണൽ ടു പേഴ്സൺ പറഞ്ഞു തീർത്തു, അവിടെ കഴിഞ്ഞു പരിപാടി. ഇത് പബ്ലിക്കിലേക്ക്, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് നീ വന്നിരുന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അതിന്റെ ആവശ്യം എന്താ? ഉണ്ടോ? വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ല ഞാൻ പറഞ്ഞ എന്താണെന്ന്, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്. ബാക്കിയും കൂടെ നമുക്കിനി കേൾക്കാം. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി, അതെൻ്റെ ഭാഗത്തു നിന്ന് തന്നെ എനിക്ക് ക്ലിയർ ചെയ്യണം എന്ന് തോന്നി. പക്ഷെ പലരും എന്നോട് നീ ഒരു വീഡിയോ നീ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളത് നീ പറഞ്ഞിട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അതെല്ലാവരും ഇനി എന്നോട് ചോദിക്കരുതെന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും പോയി ചോദിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ പാരൻസിനോട്, എൻ്റെ ഉമ്മാനോട് എൻ്റെ വാപ്പാനോടൊക്കെ പോയിട്ട് അവർ ചോദിക്കാറുണ്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്ത് പറ്റി, നിങ്ങളുടെ മോള് അത്രയും നന്നായിട്ട് നിന്നതാണല്ലോ, അത്രയും നന്നായിട്ട് വീഡിയോസ് ഇടുന്നതായിരുന്നല്ലോ, അവർ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതല്ല, എന്ത് പറ്റി? അത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യമാണ്. എന്ത് പറ്റി, എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയെന്ന് അതിപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ താല്പര്യമില്ല. പലരുടെയും ലൈഫ് പലതാണ്. മോളെ നീ പറയണ്ട, നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നമാണ്, നീ അത് പറയണ്ട. ഞാനൊരിക്കലും പറയില്ല നീ അത് പറയണമെന്ന്, ഇപ്പോഴും ഞാൻ പറയില്ല. പക്ഷേ നീ ഇപ്പോൾ വന്നിരുന്ന് ഈ കഥ പറയുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒരു വേർഡിൽ തീർക്കാവുന്നത് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഇത് പറഞ്ഞ് തീർക്കേണ്ട കാര്യം നീ വലിച്ചു നീട്ടി ഇത്രയും ദൂരം കൊണ്ടിരുന്നു. എന്ത് കാര്യത്തിന്? ഇനിയിപ്പോൾ നീ ചിലപ്പോൾ വേറെ റീസൺ പറയുമായിരിക്കും. നീ യൂട്യൂബറാണ്, സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണ്, നിന്റെ വീഡിയോയിലൊക്കെ പല ആളുകൾ വന്നു പോകുന്നുണ്ട്, പ്രത്യേകിച്ച് നിന്റെ സുഹൃത്തുക്കൾ. അപ്പോൾ ആ സുഹൃത്തുക്കളെ കാണുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അവരെ കണ്ടുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് അവരെ കാണുമ്പോൾ അവരോട് നിന്റെ കാര്യം ചോദിക്കും എന്ന് വേണമെങ്കിൽ നിനക്ക് പറയാം. അങ്ങനെയാണെങ്കിലും എനിക്ക് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. മകളെ, നീ വന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് നിന്റെ ഈ ഒരു പേഴ്സണൽ ഇഷ്യൂ പറയുന്ന വീഡിയോയ്ക്കാണ് നിനക്ക് ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത്. അതല്ലാത്ത വീഡിയോകൾ, നീ നിന്റെ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകുന്ന, ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോകൾ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. ആ കുറച്ച് ആൾക്കാരിൽ നിന്നാണ് നിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നെങ്കിൽ ആ കുറച്ച് ആൾക്കാർക്ക് ഉത്തരം പറഞ്ഞ് തീർക്കാൻ നിനക്ക് അവിടെ. ഇത് വൈഡ് ആൾക്കാരിലേക്ക് നീ കഥ പറഞ്ഞ് എത്തിച്ച് പിന്നെ അവർ വന്നിരുന്ന് തെറി പറയാനും ഈ റിയാക്ട് ചെയ്യാനും ഉണ്ടാക്കേണ്ട ആ ഒരു അവസ്ഥ, ആ സാഹചര്യം നീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ?
നീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ. നിന്റെ വീഡിയോ അടിയിലെ കമന്റ് ബോക്സ് ഒക്കെ ഞാൻ നോക്കി, നല്ല മോശമാണ്, നല്ല മോശമാണ്. പല ആളുകൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല, സപ്പോർട്ടും ചെയ്യുന്നില്ല. പക്ഷെ നീ വന്നിട്ട് നീ മെഴുകിയില്ല എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനോട് നമ്മൾ യോജിക്കത്തില്ല. എനിക്ക് പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല, എനിക്കത് പറയാൻ താല്പര്യമില്ല, എന്നിട്ട് വന്നിരുന്ന എല്ലാം മൊഴിയുന്നുണ്ടല്ലോ. എന്താ മണ്ടന്മാരാ ഇവിടെ ഉള്ളവര്? ബാക്കിയൊന്ന് കേൾക്കാം. ഇപ്പോൾ ഒരാൾ വേറൊരു കമൻറ്റ് എനിക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ആ വീഡിയോയിലും ചോദിച്ചിരുന്നൊരു കാര്യമാണ്, കാണാത്തവരുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നത്. ഞാൻ ദുബായി വന്നതിന് ശേഷം അവൾ മാറി, മീൻസ് UAE വന്നതിന് ശേഷം, ഞാൻ നിൽക്കുന്നത് ഷാർജയിലാണ്, വർക്ക് ചെയ്യുന്നതും ഷാർജയിൽ തന്നെയാണ്. സോ UAE വന്നതിന് ശേഷം ഞാൻ മാറി, അല്ലെങ്കിൽ അതിന് ശേഷം ഞാൻ അവനെ ഒഴിവാക്കി എന്നുള്ളത്, അതൊരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് എല്ലാവരോടും പറഞ്ഞ് ചർച്ചാ വിഷയമാക്കാൻ താല്പര്യമില്ല. സോ അത് ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ഫാമിലീൻ്റെ ഇടയിലും നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരിക്കലും, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും ഈ UAE വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരികളാണെന്നുള്ളത്? ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. UAE ചെല്ലുന്ന എല്ലാ സ്ത്രീകളും മോശക്കാരികളാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ മോളെ, ഒരു കാര്യം ഞാൻ പറയും, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ടും ചേഞ്ചസ് വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ മോളി പറയുന്ന ഷാർജയിലും ദുബായിലും അബുദാബിയിലും ഒക്കെ കുറേ കാലം ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ നാട്ടിലുണ്ടായിരുന്ന ഞാനല്ല. അവിടെയൊക്കെ പോയപ്പോഴത്തേക്ക് എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ ക്യാരക്ടറും എൻ്റെ ഒരു ലിവിങ് സ്റ്റൈലും എല്ലാം മാറും. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്ക് ഒരു മാറ്റവും വരത്തില്ല, നമ്മൾ പഴയ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ അതെല്ലാവരും വിശ്വസിക്കത്തില്ല. എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല അവിടെ, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് വെച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നവരെ മറന്നു പോകുന്ന ആ പരിപാടി അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ജനങ്ങളെ, ഈ കുട്ടി പറയുന്നത് നിങ്ങൾ കണ്ണും പൂട്ടി എല്ലാം ഒന്നും വിശ്വസിക്കരുത്. മാറ്റങ്ങൾ വരത്തില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. നല്ല മാറ്റങ്ങൾ വരും. പ്രത്യേകിച്ച് ദുബായ് നല്ല ഒന്നാന്തരം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സിറ്റി തന്നെയാണ് ദുബായ്. അവിടെയൊക്കെ ചെല്ലുമ്പം ആരാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലി നിൽക്കുന്ന ഒരാളാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യും ദുബായ്. പിന്നെ ഒരുപാട് ഈ അവസ്ഥ പിടിച്ച് മറ്റേ വല്ലാത്ത ജോലിയിലൊക്കെ പോയി കിടക്കുന്ന ആളുകളുണ്ട്, ഈ ഹോട്ടലിലും അങ്ങനെയൊക്കെ. അവർക്ക് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് ദുബായ് എന്നൊക്കെ പറയുന്നത്. അല്ലാത്തവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊളിക്കും എന്നാണ് എനിക്ക്. ഇല്ല, ഞാൻ ആ വേർഡ് പറഞ്ഞാൽ നിങ്ങൾക്ക്, കാരണം ചിലവർ കുറേ ആളുകൾ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കാണും, കഷ്ടപ്പാട് കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ കാണും. അതുകൊണ്ട് തന്നെ ഞാൻ ആ വേർഡ് പറയുന്നില്ല. പക്ഷേ മാറ്റങ്ങൾ അത് സംഭവിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ ഒരു പ്രവാസ ജീവിതം കൊണ്ട്. ബാക്കി കാണാം. അവിടെ പോയപ്പോൾ അവൾ അങ്ങനെയായി, അവൾ അവിടെ പോയപ്പോൾ ഇങ്ങനെയായി, അതിനൊരു സത്യാവസ്ഥയില്ല. ഞാൻ തേക്കുക എന്ന് പറയുന്നത് അതിന് പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, ഒന്ന്, ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്കെന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി. പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്, തേയ്ക്കുക എന്ന് പറയുന്നത് ചതിക്കുക എന്ന് തന്നെയാണല്ലോ അല്ലേ? അങ്ങനെ വിചാരിക്കരുത്, അത് ആൺകുട്ടികൾക്കും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ കുട്ടനാണ് നല്ല രീതിയിൽ ചേച്ചിക്ക് തേച്ച് വെച്ച് കൊടുത്തതെന്നാണ് ചേച്ചിയുടെ ഈ ഒരു പറയാതെ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ തേപ്പെന്ന് പറയുന്ന സാധനം ആണിനും പെണ്ണിനും ഒക്കെ കൊടുക്കാം കേട്ടോ. ചതിക്കുക എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടും. അതല്ലാതെ ഒരാളുടെ മാത്രം മറ്റേ കൈ പിടുങ്ങിയിൽ ഇരിക്കുന്ന സാധനമൊന്നും അല്ല അത്. പെണ്ണിന് മാത്രമേ തേക്കാൻ പറ്റുള്ളൂ, ആണിന് മാത്രം, അങ്ങനൊന്നും അല്ല. എങ്ങോട്ട് വേണമെങ്കിലും തേപ്പ് നടക്കും. അതെന്തായാലും ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് ഈ കുട്ടിയുടെ പറച്ചിൽ നിന്ന് എനിക്ക് ഏകദേശം ഒന്ന് പിടികിട്ടിയത്. അതും നമ്മുടെ കുട്ടപ്പനാണ് കൊടുത്തത് കുട്ടിക്ക് നല്ലൊരു തേപ്പ്. പറയാൻ പറ്റില്ല, അവരുടെ ഫാമിലി ഇൻറ്റുയിറ്റ്, അതിനകത്തോട്ട് ഞാൻ കയറി പോകുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാം അവിടെയും ഇവിടെയായിട്ട് പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് പറയുന്നു എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. പിന്നെ എന്തിനാ നാട്ടുകാരുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഈ കഥ പറയാൻ നിൽക്കുന്നത്? 10-16 മിനിറ്റ് ഇരുന്ന് കഥ പറയാൻ നിൽക്കുന്നത് എന്തിനാ? എനിക്ക് പിടികിട്ടിയില്ല. ഇതും നിങ്ങളുടെ കുടുംബക്കാരെയോ നിങ്ങൾ ഈ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യം പോലും ഇല്ല. ഈ പറയേണ്ട കാര്യം പോലും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഒരാവശ്യവും ഇല്ല. ഇതൊക്കെ ചുമ്മാ. ബാക്കി എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും
100% നല്ലവരല്ല. നമുക്കത് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും, ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും. സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, പല കാരണങ്ങളുണ്ട്, അതിൻ്റെ ബിഹൈൻഡ് സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊന്നും എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇത് പറയണമെന്ന് തോന്നി, കാരണം ഒരുപാട് ആൾക്കാർ അത് എന്നെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. പലരും എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് അയച്ചു തരിക, പലരുടെയും റിയാക്ഷൻ വീഡിയോസ് എനിക്ക് അയച്ചു തരിക. റിയാക്ഷൻ വീഡിയോസ് പലതും ചെയ്താ പലരും. ഞാനൊന്നും കണ്ടില്ലല്ലോ ഈ വിഷയത്തിൽ ആരും വീഡിയോ ചെയ്തത്. വന്ന് കാണും കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അധികം നമ്മുടെ കയ്യിലോട്ടൊന്നും എത്തിയില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വിഷയമായി, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ തന്നെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവൻ്റെ ഭാര്യയാണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. എനിക്കറിയത്തൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും പൊന്നുമോളെ, നീ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അത് വേറൊന്നുമല്ല, 2 പേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ട് 2 വഴിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടുകാരൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവരൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് പക്ഷേ അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ആർക്കും വയ്യ. അപ്പം തന്നെ മുറിച്ച് 2 വഴിക്ക് ആയിക്കോട്ടെ. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ വരുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് മെഴുകിയിട്ട് അയ്യോ ഞാൻ മെഴുകിയില്ല, അയ്യോ എനിക്ക് പറയാൻ താല്പര്യമില്ല, ഇത് തന്നെ ഈ വീഡിയോയിൽ തന്നെ ഈ കൊച്ചൊരു 100 പ്രാവശ്യം പറയുന്നുണ്ട് എനിക്കത് പറയാൻ താല്പര്യമില്ല, എനിക്കത്. എന്തിനാ മോളെ? പിന്നെ നീ ഈ വീഡിയോയുടെ ആവശ്യമില്ല, ഈ വീഡിയോയുടെ നിനക്ക് ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഇട്ട്, നിന്റെ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളെങ്കിൽ അവിടെ ഒരു ഷോർട്സ് ഇട്ട് നിനക്ക് തീർക്കാമായിരുന്നല്ലോ. ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ്ഡ് ആയി, പരിപാടി കഴിഞ്ഞു, കൂടുതലൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അവിടെ തീർക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ഈ വലിച്ചു നീട്ടലും ഈ സാധനം കാണുമ്പോഴാണ് മനസ്സിലാവുന്ന മോളെ, ഏതാണ്ടൊക്കെ കുറച്ച് ഫെയിം ഒക്കെ വേണം, അത്രേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ഇല്ലെന്ന് എല്ലാവരും പറയും. മോളുടെ കമൻറ്റ് ബോക്സ് മൊത്തം അതാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ മോശമായിട്ടൊക്കെ കുറേ പേര് കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോയി വൃത്തിയോട് പറയാതെ ഞാൻ എൻ്റെ അഭിപ്രായമാണേ പറഞ്ഞേ. നിങ്ങളുടെ ഇഷ്ടം എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.